കടമ്പഴിപ്പുറം 33 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണോദ്ഘാടന ശിലാഫലകം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. ആരാധനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ദീപം തെളിയിച്ചിരിക്കുകയാണ്. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ഇവിടെ വിരാമമാവുകയാണ്. കടമ്പഴിപ്പുറം 33 kV സബ്സ്റ്റേഷൻ എന്ന സ്വപ്നത്തിന് ഇന്നിവിടെ ചിറക് മുളയ്ക്കുകയാണ്. സംസ്ഥാന പാത 53 സമീപം കടമ്പഴിപ്പുറത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പാട്ടത്തിന് വിട്ടു നൽകിയ 23.89 സെന്റിൽ 5.43 കോടി രൂപ ചെലവിലാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഇവിടേക്ക് പറളി ശ്രീകൃഷ്ണപുരം 33 kV ലൈനിൽ നിന്ന് 1.4 കിലോമീറ്റർ ലൈൻ വലിച്ച് 33 kV ലൈൻ എത്തിക്കും. 2 കൊല്ലത്തിനു ശേഷം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിന്റെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ക്രിയാത്മകമായി നിലവിലുള്ള ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ നിരന്തരം സംബന്ധിച്ച് ചെയ്ത് പ്രിയപ്പെട്ട പ്രേംകുമാറിന് പ്രത്യേകമായ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അത് നടപ്പിലാക്കിയെടുക്കുന്നതിന് അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി മാതൃകാപരമാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പാഠ്യവ്യവസ്ഥയിൽ അനുവദിച്ച 23.89 സെന്റ് സ്ഥലത്ത് 5.43 കോടി രൂപ ചെലവിട്ടുവയ്ക്കുന്ന ഈ സബ്സ്റ്റേഷൻ കടമ്പഴിപ്പുറത്തിന്റെ വികസനത്തിൽ സുപ്രധാന നാഴികക്കല്ലാണ്. വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. 2016 മുമ്പ് കേരളം അനുഭവിച്ച വൈദ്യുതി പ്രതിസന്ധി നമ്മൾ പറഞ്ഞിട്ടില്ല. അന്ന് സോളാർ എന്ന വാക്ക് അഴിമതിയുടെയും വിവാദങ്ങളുടെയും പരിഹാരമായിരുന്നു. എന്നാൽ ആ വാക്കിൽ നിന്ന് വികസനത്തിന്റെ അടയാളമാക്കാൻ LDF സർക്കാരിന് സാധിച്ചു. രാജ്യത്തിലേക്ക് കേരളത്തിന്റെ സൗരോർജ്ജ പദ്ധതികളെ മാതൃകയാക്കുകയാണ്. 2016 വെറും 16 മെഗാവാട്ടായിരുന്നു സോളാറിന്റെ ഉത്പാദനം. ഇന്ന് 2165 മെഗാവാട്ടായി ഉയർത്താൻ സാധിക്കും. അന്നത്തെ ഇരുട്ടുകാലം നമ്മൾ മറക്കരുത്. പകൽ അരമണിക്കൂർ, രാത്രി അരമണിക്കൂർ വീതം ഇലങ്ങയെ ഇരുട്ടിലാക്കിയ ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമായിരുന്നു അന്ന് നടന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്ത് കേരളത്തിൽ മിക്കവാറും ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടായിട്ടില്ല. 10 വയസ്സായ കുട്ടികളുടെ പവർ കട്ടോ ഇതൊക്കെ അറിയില്ല. കാരണം കേരളത്തിലെ ഊർജ്ജകൂടത്തിൽ വലിയ മാറ്റങ്ങളാണ് പ്രസരണ മേഖലയിൽ നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 8256 കോടിയുടെ നിക്ഷേപമാണ് പ്രസരണ മേഖലയിൽ സർക്കാർ നടത്തിയത്. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഇന്ത്യയിൽ എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിച്ച ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളം മാത്രമാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. അന്ന് ഉപയോഗിച്ചിരുന്ന വൈദ്യുതിയുടെ കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന വീടുകളുടെ എണ്ണം ഇന്നുള്ള വീടുകളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. 5 ലക്ഷം വീടുകളാണ് 2 ദിവസം മുമ്പത്തേക്ക് 24-ാം തീയതി ആയപ്പോഴേക്ക് 3 ദിവസം മുമ്പാകുമ്പോഴേക്ക് കേരളത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ മാത്രം ഈ സർക്കാരിന്റെ കാലത്തും തൊട്ടുമുമ്പുള്ള സർക്കാരിന്റെ കാലത്തുമായി കേരളത്തിൽ പണി കഴിപ്പിച്ചത്. സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീടുകൾ അല്ലാതെ തന്നെ ലക്ഷക്കണക്കിന് വീടുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് പുതിയതായുള്ളവ കാണാൻ സാധിക്കും. പരിപാടിയിൽ KSEBL സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ്, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ, കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ AK ഷീലാദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻകുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ AR രാജശ്രീ, ട്രാൻസ്മിഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ K ശാന്തി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K രാജേഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.